പിണറായി വിജയന്റെ LDF സർക്കാർ 10ാം വർഷത്തിലാണുള്ളത്. ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഏറ്റവും ശക്തമായിട്ട് റെസിസ്റ്റൻസ് തീർക്കേണ്ടുന്ന രണ്ട് സംഘടനകളാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്തിട്ട് 15 ദിവസം കഴിഞ്ഞു. അദ്ദേഹം വീട്ടിൽ നിന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയാണെന്ന് അദ്ദേഹം തന്നെ നിലവിളിക്കുന്നു. പാരസെറ്റമോളും സെട്രിസിനും കഴിച്ച് കിടക്കുകയാണെന്ന് അയാൾ പറയുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യില്ല. അയാളുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ കൂടെ കിടക്കുകയാണെന്നാണ് പറയുന്നത്. രാത്രിയിൽ ഒരു പാരസെറ്റമോൾ ഒരു സെട്രിസിനും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട്. 5 മണി 6 മണി നമ്മളെ ഞാൻ ഉറങ്ങുന്നത്. എന്നിട്ട് 7 മണി 8 മണിയൊക്കെ എഴുന്നേക്ക് 2 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത്. വിശക്കാറുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെ പോവാം. യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല. യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ 20 ദിവസമായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. ഇന്ന് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ വന്നിട്ട് അദ്ദേഹം KT ജലീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഇവിടെ തൊഴിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നത് തെറ്റാണോ? ജലീൽ പറഞ്ഞതൊക്കെ ശരിയാ. എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. അപ്പോഴും N ശ്രീകുമാറിനെ പറ്റി പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് LDFന് ഭയങ്കര പേടിയാണ് ഷാഫി, ഫിറോസ്, മാങ്കൂട്ടം, ബൽറാം ടീമിനെ. അതുകൊണ്ട് ഇതെല്ലാം CPMകാർ ചെയ്യുന്നതാണെന്ന്. CPMകാരോ CPMന്റെ സഹയാത്രികരായ ആളുകളൊന്നും ഈ ഗെയിമിനകത്ത് ഇല്ലേ ഇല്ല. ഇത് നിങ്ങൾ തന്നെ പരസ്പരം തല്ലി തീർക്കുന്ന കാര്യമാണ്.